ഹലോ. സോ ഇന്ന് നമ്മളൊരു ഹെൽത്തി ആൻഡ് യമ്മി റെസിപ്പിയാണ് നോക്കുന്നത്, ബിൻഡി റൈസ്. സോ ഇന്നത്തെ ടിഫിൻ സീരീസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇനി നമ്മൾ ചെറിയ ചെറിയ ടിഫിൻ സീരീസ് തുടങ്ങാമെന്ന് ആലോചിക്കുകയാണ്. സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോഴേക്കും അതിൻ്റെ അകത്ത് വീണ് കിട്ടിയ ഒരു 5 വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഇന്നത്തെ ബിൻഡി റൈസും ഇന്നത്തെ ടിഫിൻ സീരീസും തുടങ്ങുന്നത്. സോ ആദ്യം വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് 1 ഗ്ലാസ് ബസ്മതി അരി കുക്കറിലിട്ട് വേവിച്ചെടുത്തു, ഉപ്പിട്ട്. അത് കഴിഞ്ഞൊരു ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ചെറിയൊരു സവാള, അതിൻ്റെ അകത്തേക്ക് ഇത്തിരി ഉപ്പ്, അതിട്ട് നല്ലപോലെ വഴറ്റി നല്ലപോലെ ഗോൾഡൻ കളറായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി മുളക് പൊടി, അതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം, അധികം ഫ്രൈ ചെയ്യണ്ട, നല്ലപോലെ ഒന്ന് ഗോൾഡൻ ആയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്ക എടുത്തിടണം. വെണ്ടയ്ക്കയിൽ ആ ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ, അത് പോയി നല്ലപോലെ അതൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ അത് നമ്മൾ കുക്ക് ചെയ്യണം. സോ ഒട്ടും മൂടി വെച്ച് കുക്ക് ചെയ്യരുത്, അത് നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വഴുവഴുപ്പ് പോവില്ല. സോ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഓപ്പൺ. അപ്പോൾ തുറന്ന് വെച്ചിട്ട് അത് കുക്ക് ചെയ്ത് വഴറ്റി കുക്ക് ചെയ്ത് നല്ലപോലെ കരകരാന്നാവും. അതിൻ്റെ അകത്തേക്ക് ചോറിടണം. ഈ ബസ്മതി റൈസ് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവം മതി, ഓവർലി കുക്ക്ഡായി പോകണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ആ ചോറ് എടുത്തിട്ട് അതിലോട്ടിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലപോലെ മിക്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഗീ ഡ്രിസിൽ ചെയ്യണം അതിൻ്റെ മുകളിൽ. ആസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേക്കും ഇറ്റ്സ് മോർ ഹെൽത്തി ആൻഡ് യമ്മി. അത് ഇതിൻ്റെ അകത്ത് വീഡിയോയിലിടാൻ മറന്നുപോയി. സോ നമ്മുടെ ബിൻഡി റൈസ് ഇസ് റെഡി ആൻഡ് ഇറ്റ്സ് വെരി യമ്മി. ഇവിടെ 3 കുട്ടികളുണ്ട്, 3 പേരും നല്ലപോലെ കഴിച്ചു. സോ ഐ ഹോപ്പ് എവ്രി വൺ വിൽ ലവ് ദിസ്. ആൻഡ് നിങ്ങളുടെ വെയിറ്റിംഗ് ഫോർ ദ റിവ്യൂ. So please do like, share and subscribe for our video. Thank you. Bye. Bye.